മോളൂസേ, എന്താ ജാടയാണോ? 90s ഡയലോഗുകൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുക. ആര് കാരണമാണ്? നമ്മുടെ കഥാനായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് സോണിയാഗാന്ധിക്ക് മാത്രമേ ഇവൻ മെസ്സേജ് അയക്കാത്തുള്ളൂ. ഓർത്ത് നോക്കി, അപ്പോൾ ഇവൻ്റെ ഞരമ്പിൻ്റെ വലിപ്പോയി. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയൊക്കെ കൂടുന്ന സമയത്ത് എങ്ങനെ പിടിച്ചു നിൽക്കട്ടാവേ നീ? നിന്നെ സമ്മതിക്കണം. ആ സമയത്തെങ്കിലും നീ കടുക്കാവെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലേ. വാളയാർ പെൺകുട്ടികളുടെ ആ പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവൻ ചാനൽ ചർച്ച വന്നിരുന്ന് തള്ളിയത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനന്ന് ഓർത്തിടാ ഇവനെ കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വല്ലതും പരിഗണിച്ചാലോ എന്ന്. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകളുടെ വനിതകളുടെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കും. ഞാൻ ആലോചിക്കുന്നത് ഗോവിന്ദച്ചാമി ഇവനും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം എന്താ കേരളത്തിൽ? ഗോവിന്ദച്ചാമിന് പഠിപ്പും വിദ്യാഭ്യാസവും ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവൻ്റെ അഭിനയം ഭയങ്കര കേട്ടോ. പുറമേ മാന്യനും പകൽ മാന്യൻ എന്നൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സത്യത്തിൽ. വിനയൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയാക്കി കളയുമല്ലോ. നാണക്കേട്. ഇപ്പോൾ ഭരണത്തിലില്ലാഞ്ഞിട്ടിങ്ങനെ നാളെ ഇപ്പോൾ അധികാരമൊക്കെ ഇവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും? കേരളത്തിലുള്ള ഒരു സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാവുമല്ലോ. എന്തുവാ ഇങ്ങനെ? എന്തുവാടാ? എങ്ങനെ നീ വീട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവുകയും സമ്മതിക്കണം. നിൻ്റെ തൊലി കിട്ടി കേട്ടോ. നീ രാഷ്ട്രീയ നേതാവ് തന്നെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. കാരണം പഴയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയും ഒക്കെ വരുന്നതിന് മുമ്പിലത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ മാതിരി പ്രകടനം. അതായത് ഈ മൂക്കാതെ പഴുക്കുന്ന ചില മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങയുടെ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. സംഘടനയുടെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വളരാതെ റീൽസ് ഇട്ടും ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ വളർന്നു വന്ന ഒരു നേതാവ്. അദ്ദേഹത്തെ പിടിച്ച് എന്തോ ഒരു വീരപരിവേഷമൊക്കെ കൊടുത്ത്, കോൺഗ്രസ്സിൽ അങ്ങനെയാണല്ലോ, രണ്ടു വാക്ക് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് മുൻപന്തിയിലേക്ക് എത്തും. അങ്ങനെ ഒരു വീരപരിവേഷമൊക്കെ കൊടുത്ത് എല്ലാ സീനിയർ നേതാക്കന്മാരടക്കം പിന്നെ ജൂനിയർ നേതാക്കന്മാരായി മാറി രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനുള്ളവരെ പോലെ ഉള്ളവരാണിപ്പം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഇവരുടെ ഈ അധികാരത്തിൻ്റെ ഉന്മാദാവസ്ഥയിലേക്ക് പോയി. സത്യത്തിൽ അതല്ല, അധികാരത്തിൻ്റെ അല്ല, ഇത് ഞരമ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. നല്ല ഞരമ്പ് പിടുത്തക്കാരനായിട്ടുള്ള ആരെങ്കിലും വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് ഭേദമാകും. നല്ല പിടുത്തക്കാർ വേണം. ഇതിപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് വേറെ അഴിമതി കേസുകളും ഉണ്ട് കേട്ടോ. മറ്റേ ഫണ്ട് മുക്കിയതിൻ്റെ കേസ്, വയനാട് ദുരന്തത്തിലെ ഫണ്ട് മുക്കിയതിൻ്റെ കേസിന് ഒരു തെളിവില്ല. പുള്ളി പുറത്തു വിടുന്നില്ല. പുള്ളി തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആരാ തെളിവ് കൊടുക്കേണ്ടത്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മറ്റുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ അഴിമതി കേസിൽ പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വേറെ പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിയിലെ അണികളാണ്. ഇവൻ്റെ കൂട്ടുകാരൻ ഷാഫി പറമ്പിലുണ്ടല്ലോ, പുള്ളിക്ക് ഇവനെക്കുറിച്ച് അറിയാതിരിക്കുമോ? ഇവൻ്റെ ഞരമ്പിൻ്റെ പ്രശ്നം അറിയാതിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര അടുത്ത സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ട്. കാരണം പാലക്കാട് സീറ്റ് വടകരയിലേക്ക് മാറി ഉപേക്ഷിച്ച് പോയപ്പോൾ സ്വന്തം കൂട്ടുകാരനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലിന് എങ്ങനെ പോയാലും കൂട്ടുകാരനെ ഞരമ്പിൻ്റെ പ്രശ്നം അറിയാതിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ പക്ഷേ ഉപദേശിച്ചിട്ടുണ്ടാവാം, നല്ലപോലെ ഉപദേശിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്ത് ചെയ്യാം, വിധി. അപ്പുറത്തൊരു നേതാവിനെ കണ്ണേ കരളെ VS എന്ന് വിളിച്ചത് കേട്ടായിരുന്നോ? മുദ്രാവാക്യം. നിന്നെ കുണ്ണേ കൊഴുറി മാങ്കൂന്നാണ് വിളിക്കേണ്ടത്. അതിനുള്ള യോഗ്യത നിനക്കുള്ളൂ.